ഉമ്മ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടപ്പോൾ ഇത്ര സന്തോഷമൊന്നും മുഖത്തുണ്ടായിരുന്നില്ല, വലിയ നിരാശയായിരുന്നു. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഒന്നും പറയില്ല, മുഖം തന്നെ മതി എന്നുള്ളത്. എന്താ വെച്ചാൽ അത്രയും സങ്കട കണ്ണീരല്ല പോയിട്ട് ഇപ്പോൾ സന്തോഷ കണ്ണീരാണ്. അതൊക്കെ പറഞ്ഞാൽ മതി, മതി വയ്യ. എല്ലാവർക്കും നന്ദി പറഞ്ഞാലേ, എല്ലാവർക്കും നന്ദി. നിങ്ങൾ സഹായിച്ചതിനൊക്കെ അള്ളാഹു പൈപ്പുകളും തട്ടെ എല്ലാവരോടും നന്ദി. അസ്സലാമലൈക്കും. മകൻ വന്നിട്ട് കണ്ടാ മതിയില്ലേ? കാണട്ടെ, പെട്ടെന്ന് എത്തി വരട്ടെ, കാണട്ടെ, വേറട്ടെ, കാണട്ടെ. എന്നിട്ട് ഓന് വന്നിട്ട് നിങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയാനും ഓന് ഞാനും കണ്ട് സന്തോഷം വരട്ടെ. പറയാൻ ഇല്ല മക്കളെ, ഇഞ്ചി വേണം പറഞ്ഞെടുത്ത. വലിയ സന്തോഷത്തിലാണ്. ഇതുപോലൊരു ഒത്തൊരുമ കൂട്ടായ്മയൊക്കെ രൂപപ്പെടും എന്ന് ഉമ്മ വിചാരിച്ചിരുന്നോ? വിചാരിച്ചില്ല മക്കളെ, അതുകൊണ്ടാ പൈസ കൊടുക്കാന്നൊക്കെ വിചാരിച്ച് വിഷമം തന്നെ. ഇപ്പൊ എന്നാട് വിഷമം തീർന്ന് അല്ലാതെ തീർത്തേനും എൻ്റെ കുട്ടി കണ്ടിട്ടുള്ള സന്തോഷം തരട്ടെ. ഇത്തരല്ല പറയാനൊന്നുമില്ല. എന്ന് കയറി കാണട്ടെ ഞാൻ. അൽഹംദുലില്ലാഹി അൽഫ മറ. എത്ര വലിയ പ്രയാസം വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും ജനങ്ങൾ മുഴുവനും ഒത്തൊരുമിച്ചാൽ ഏതുവിധ പ്രയാസവും എത്ര വലിയ ബുദ്ധിമുട്ടും അത് നിസ്സാരമാണെന്ന് ഇന്ന് തെളിയുകയാണ്. അതെ, 34 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ റഹീമിൻ്റെ വധശിക്ഷ ഇല്ലാതാവുകയുള്ളൂ. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ കിടക്കുകയും അതിലുപരി 34 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ മകനെ ജീവനോടെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മ ജനങ്ങൾക്ക് മുമ്പിൽ കണ്ണീരുമായി വരുമ്പോൾ ആ ഉമ്മയെ കേരള ജനത വെറുതെയാക്കിയില്ല. ഇന്നിൻ്റെ ഈ സമയത്ത് വെറും ഒരാഴ്ച കൊണ്ട് 34 കോടി രൂപ സ്വരൂപിച്ചുകൊണ്ട് ആ ഉമ്മയ്ക്ക് ജനങ്ങൾ മുഴുവനും ആ മകനെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നാം എല്ലാവരും അഭിനന്ദിക്കേണ്ടത് ബോച്ചയെന്ന് നാം എല്ലാവരും ഓമന പേര് വിട്ടു വിളിക്കുന്ന ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വലിയ മനുഷ്യത്വമുള്ള മഹാമനുഷ്യകനെയാണ്. തൻ്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ സംഭാവന ചെയ്യുകയും അതിലുപരി ബാക്കി വരുന്ന 33 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയല്ല, സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയല്ല, സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കാത്തുകൊണ്ട് ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മയുടെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് സാധിക്കൂല. എനിക്കൊരുപാട് ചീത്തപ്പേര് വന്നേക്കാം, എന്നാലും ഞാൻ എന്നിലാവുന്ന സഹായം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മന്നൂർ ബാക്കിയുള്ള 33 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് യാചിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നാം അറിഞ്ഞ പോലെ തന്നെ ഹാഫിസ് മുഹമ്മദ് സാബിത്ത് എന്ന് പറയുന്ന സാബി ഇൻസ്പയർ കർണാടകയിൽ ജനിക്കുകയും അതിലുപരി 8 വർഷക്കാലം ഇമാം ഷാഫി ഇസ്ലാം അക്കാദമിയിൽ പഠിക്കുകയും അവിടെ വെച്ച് ഹാഫിളാവുകയും ചെയ്ത ഒരു വ്യക്തി. തൻ്റെ പഠന പൂർത്തിയായതിനു ശേഷം കേരളത്തിൽ നിന്നും മദീനയിലേക്കും മക്കയിലേക്കും സൈക്കിൾ വഴി യാത്ര പോവുകയും അതിലുപരി അറിയപ്പെട്ട വലിയൊരു നല്ല മനുഷ്യത്വത്തിന് ഉടമയാണ് സാബി ഇൻസ്പയർ എന്ന് പറയുന്ന ഈ വ്യക്തി. നമുക്കെല്ലാവർക്കും മാതൃകയാക്കാം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പോലെ തന്നെ സാബി ഇൻസ്പയർ എന്ന പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇൻസ്പയറാണ് ഈ നമുക്കെല്ലാവർക്കും ഇൻസ്പയറാണ് ഹാഫിസ് മുഹമ്മദ് സാബിത്ത്. ഒരുപാട് വർഷക്കാലം ഈ 34 കോടി രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും അവസാനം ആരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങാൻ സമയത്ത് ആദ്യം ബോബി ചെമ്മന്നൂർ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇതിനെത്തിച്ചത് സാബി ഇൻസ്പയറുടെ ഒരു പോസ്റ്റ് മാത്രമാണ്. ജനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത സംഭവമായിരുന്നു ഇത്. ആരാണ് റഹീം? എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ? എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? എന്തിനാണ് 34 കോടി രൂപ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നുള്ളത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഉണ്ടാവുകയും ആ ജനങ്ങളിൽ നിന്ന് ഈ സംശയങ്ങളെ മാറ്റാനുള്ള കാരണം സാബി ഇൻസ്പയർ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പോസ്റ്റ് മാത്രമാണ്. എന്താണ് സംഭവമെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും ആരാണ് റഹീമെന്നും എപ്പോഴാണ് നടന്നതെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാമെന്നുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെറും മലയാളം ഭാഷയിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും കന്നഡയിലും ഉറുദുവിലും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഭാഷകളിൽ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിച്ചത് ഇദ്ദേഹം മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഈ ഭാഷകളിലെ പോസ്റ്റർ കണ്ടപ്പോഴാണ് ജനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക്, കേരളക്കര മുഴുവൻ മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മുഴുവനും ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുകയും ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഓരോ രൂപ പോലും അദ്ദേഹത്തിന് റഹീമിന് വേണ്ടിയുള്ള അക്കൗണ്ടിലേക്ക് വന്നെത്തിയത്. നാം മനസ്സിലാക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല. ആരാണോ മറ്റുള്ള സഹോദരനെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് ഇറങ്ങുന്നുള്ളത് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല സഹായിക്കുമെന്നുള്ള പ്രവാചകൻ്റെ വചനം ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട്.
ഹാഫിസ് മുഹമ്മദ് സാബിത്തിൻ്റെ ഈ പോസ്റ്റർ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനെ സ്റ്റോറിയാക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. വിപിൻ എന്ന് പറയുന്ന ആളും അതിലുപരി ഡോക്ടർ ഹക്കീം എന്ന് പറയുന്ന വ്യക്തിയും, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയപ്പോഴാണ് 34 കോടി രൂപ എന്ന് ജനങ്ങൾ നെട്ടലോടെ കണ്ട ആ 34 കോടി രൂപയെ വെറും ഒരാഴ്ച കൊണ്ട് നിസ്സാരമായ 34 എന്ന രീതിയിലേക്ക് എത്തിച്ചത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പിഞ്ചോമന കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 18 കോടി രൂപ ചോദിച്ചപ്പോൾ കണ്ടുകൊണ്ട് ആ മകനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുള്ളത്. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചപ്പോൾ ആ ഉമ്മയ്ക്ക്, ആ കണ്ണീരുമായി ജനങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു വന്ന ആ ഉമ്മയെ കിട്ടിയത് സ്വന്തം മകൻ്റെ ജീവനാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ആ ഉമ്മ സന്തോഷിക്കുന്ന സന്തോഷമുണ്ടല്ലോ, ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും മുസ്ലിമായാലും അമുസ്ലിമായാലും ഹൈന്ദവനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാ മതക്കാരിൽപ്പെട്ട ഓരോ വ്യക്തിയും ആ ഉമ്മയുടെ മകന് വേണ്ടിയിട്ട് ഓരോ രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ആ കണ്ണീരിന് പകരം ആ ഉമ്മയുടെ മകത്തിന് ഇന്ന് സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് കാരണം ഓരോ മനുഷ്യൻ മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി സഹായിച്ചവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാബീസ് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കേരളക്കാരനല്ല, എന്നാലും അദ്ദേഹം കർണാടകയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനം 34 കോടിയല്ല 100 കോടി രൂപ വന്നാൽ പോലും ജനങ്ങൾ ഒത്തൊരുമിച്ചാൽ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര വലിയ തുകയും അത് വെറും നിസ്സാരമായി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇനി വേണ്ടത് ആ ഉമ്മയ്ക്ക് മകനെ കാണുക എന്നുള്ളതാണ്, ആ മകന് ഉമ്മയെ കാണുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതും നടക്കും. അത് നടന്നാൽ മാത്രമേ ജനങ്ങളെല്ലാം സന്തോഷത്തിലാവുകയുള്ളൂ. ആ സുദിനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ നേരത്തിന് വേണ്ടിയാണ്, ആ നിമിഷത്തിന് വേണ്ടിയാണ് ജനങ്ങൾ മുഴുവനും ആ ഉമ്മയോടൊപ്പം കാത്തിരിക്കുന്നുള്ളത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എളുപ്പമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.